ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. إذا السماء انشقت ആകാശം പിളരുമ്പോൾ وأذنت لربها وحقت അത് അതിന്റെ രക്ഷിതാവിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ അത് അങ്ങനെ കീഴ്പ്പെടാൻ കടപ്പെട്ടിരിക്കുന്നതാനും. وإذا الأرض مدت ഭൂമി നീട്ടപ്പെടുമ്പോൾ وألقت ما فيها وتخلت അതിലുള്ളത് അത് പുറത്തേക്ക് ഇടുകയും അത് കാലിയായി തീരുകയും ചെയ്യുമ്പോൾ وأذنت لربها وحقت അതിന്റെ രക്ഷിതാവിന് അത് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ അത് അങ്ങനെ കീഴ്പ്പെടാൻ കടപ്പെട്ടിരിക്കുന്നതാനും. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها فأنى لهم إذا جاءتهم ذكراهم. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രവചനങ്ങളെ സംബന്ധിച്ചാണ്. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാലഗണനയിൽ 3 ഘട്ടങ്ങൾ തിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച 3 തരം ഫിത്നകളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കി കഴിഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതര പ്രവചനങ്ങൾ പരിശോധിച്ചാലും വളരെ വ്യക്തമായി സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി തന്നെ പ്രവചിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ പല പ്രവചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ളത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ആളുകൾ ചോദിക്കാറുണ്ട്, എപ്പോഴാണ് ലോകാവസാനം സംഭവിക്കുക? ലോകാവസാനം എപ്പോഴാണ് നടപ്പാവുക? എപ്പോഴാണ് അതിന്റെ തീയതി?
ആ സമയത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചത് വിശുദ്ധ ഖുർആനിലെ ഒന്നിലധികം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ റബ്ബ് തആല പറയുന്നത് യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബിഹി ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖതിഹാ ഇല്ലാ ഹുവ സഖലത ഫിസ് സമാവാതി വൽ അർദ് ലാ തഅതീഹിം ഇല്ലാ ബഗ്തഹ യസ്അലൂനക കഅന്നക ഖഫിയ്യുൻ അൻഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ് വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. യസ്അലൂനക അനിസ്സാഅ, നബിയേ, ലോകാവസാനത്തെ സംബന്ധിച്ച് അവർ തങ്ങളോട് ചോദിക്കുന്നു. അയ്യാന മുർസാഹ, എപ്പോഴാണത് സംഭവിക്കുക എന്നാണ് അവരുടെ ചോദ്യം. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, നബിയെ താങ്കൾ അതിന് മറുപടി പറഞ്ഞു കൊടുക്കൂ. അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളത് നമ്മുടെ റബ്ബിന്റെ അടുക്കൽ മാത്രമാണ്, നാഥന്റെ അടുക്കൽ മാത്രമാണ്. ലാ യുജല്ലിഹാ ലിവഖതിഹാ ഇല്ലാ ഹുവ സഖലത ഫിസ് സമാവാതി വൽ അർദ്, അതിന്റെ സമയമാകുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ആകാശഭൂമികൾക്ക് അങ്ങേയറ്റം ഭാരമായിട്ടല്ലാതെ അത് സംഭവിക്കുന്നതല്ല. ലാ തഅതീഹിം ഇല്ലാ ബഗ്തഹ, വളരെ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. യസ്അലൂനക കഅന്നക ഖഫിയ്യുൻ അൻഹാ, നബിയെ, ലോകാവസാനത്തിന്റെ തീയതി അന്വേഷിച്ചുകൊണ്ട് തങ്ങളുടെ അടുക്കൽ വരുന്ന ആളുകൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വരുന്നതല്ല, അതിന്റെ ഗൗരവം മനസ്സിലാക്കി അതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തോടെ വരുന്നതല്ല. നേരെ മറിച്ച് അത് ഗോപ്യമായ നിലക്കാണ് അവർ ദർശിക്കുന്നത്. അതുകൊണ്ട് നബിയെ തങ്ങളവരോട് പറയണം, ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, ലോകാവസാന തീയതിയെ സംബന്ധിച്ച അറിവ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണെന്ന് പറയൂ നബിയെ. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, എന്നാൽ അധികം ആളുകളും അതിനെ സംബന്ധിച്ച് അറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ലോകാവസാനത്തിന്റെ തീയതി അന്വേഷിച്ചു വന്ന ആളുകൾക്ക് മറുപടി പറയാൻ വേണ്ടി നിർദ്ദേശിച്ചത്. എന്നാൽ സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് ഫഹൽ യൻദുറൂന ഇല്ല സാഅ അയ്യതിയഹും ബഗ്തതൻ ഫഖദ് ജാഅ അശ്റാതുഹാ, നബിയെ, ഫഹൽ യൻദുറൂന ഇല്ല സാഅ, ലോകാവസാനമല്ലാതെ മറ്റെന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? അന്തഅതിയഹും ബഗ്ത, ആ സംഭവമാകട്ടെ വളരെ പെട്ടെന്ന് അവരിൽ സംഭവിക്കുന്നതാണ്. ഫഖദ് ജാഅ അശ്റാതുഹാ, അതിന്റെ അടയാളങ്ങൾ അവരിൽ വന്നു ഭവിച്ചു, വന്നു കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭാഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിൽ കാണാൻ കഴിയും. അപ്പോൾ ലോകാവസാനത്തിന്റെ അടയാളം വന്നു കഴിഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞപ്പോൾ അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിടത്ത് റസൂലുള്ളാഹിന്റെ നിരവധി അനവധി പ്രവചനങ്ങൾ ആ വിഷയമായി നമുക്ക് കാണാൻ കഴിയും. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു പ്രവചനമാണ് ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ വഹത്താ തുഅബദ ഖബായിലു മിൻ ഉമ്മതി അൽ ഔസാൻ. ലാ തഖൂമു സ്സാഅ, ലോകാവസാനം സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ മുശ്രിക്കുകളുമായി സന്ധിയാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുശ്രിക്കുകളുമായി എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം കൈകോർക്കാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. വഹത്താ തുഅബദ ഖബായിലു മിൻ ഉമ്മതി അൽ ഔസാൻ, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ വിഗ്രഹാരാധന നടത്താതെ, വിഗ്രഹത്തെ പൂജിക്കാതെ ലോകാവസാനം സംഭവിക്കുന്നതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനെ സംബന്ധിച്ച് പറയുകയാണ്, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ അവർ വിഗ്രഹാരാധന നടത്തും, വിഗ്രഹത്തെ പൂജിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൽവിഷയമായി പറഞ്ഞു ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ ഹത്താ തുഅബദൽ ലാത്തു വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും രണ്ടാമത് ആരാധിക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ ലോകം അവസാനിക്കുന്നതല്ല. അതല്ലെങ്കിൽ ഓരോ ദിനവും ഓരോ പകലും ഓരോ രാത്രിയും കടന്നു പോകുമ്പോൾ
ഓരോ രാത്രിയുടെയും പരിണിതഫലമായി ഇവിടെ സംഭവിക്കാനുള്ളത് വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്ത് നിന്ന് മക്കം ഫത്ഹിന്റെ ദിവസം പെടലിക്ക് പിടിച്ച് പുറത്തേക്കെറിഞ്ഞ ലാത്തയുടെ വിഗ്രഹം രണ്ടാമതെന്റെ ഉമ്മത്തുണ്ടാക്കും. ഉസ്സയുടെ വിഗ്രഹം രണ്ടാമതുണ്ടാക്കും. ആ ലാത്തയെയും ഉസ്സയെയും രണ്ടാമത് ആരാധിക്കുന്നത് വരെ ലോകം അവസാനിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ലാത്തയെപ്പോലും രണ്ടാമത് പ്രവാചകന്റെ ഉമ്മത്ത് ആരാധിക്കും എന്നാ പറയുന്നത്. ഉസ്സയെപ്പോലും രണ്ടാമത് ആരാധിക്കും എന്നാ പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ മടങ്ങിപ്പോകും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ആലോചിച്ചു മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? നിലവിൽ മുസ്ലിം സമൂഹത്തിന്റെ ജീവിത വ്യവസ്ഥകൾ ഏത് രൂപത്തിലാണ് സംവിധാനിക്കപ്പെട്ടത്? ശിർക്കിലേക്ക് വളരെ വേഗത്തിലല്ലേ അവർ അടുത്തുകൊണ്ടിരിക്കുന്നത്? ഓരോ രാജ്യത്തും ഓരോ പ്രദേശത്തും അതിൻ്റെതായ അലയൊലികളും നടപടിക്രമങ്ങളും വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും മുക്കിന് ജാറങ്ങളും ദർഗകളുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കാണാനുണ്ടായിരുന്നത്. ഇപ്പോഴും ആ അവസ്ഥക്ക് മാറ്റം വന്നിട്ടില്ല. എല്ലാം അറബിയിൽ എഴുതി കഴിഞ്ഞാൽ, അറബിയിൽ കോളം വരച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അറബിയിലായി കഴിഞ്ഞാൽ അതെല്ലാം ഇസ്ലാമികമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഈ ഇസ്ലാമിക വിരുദ്ധമായ ശിർക്കിന്റെയും കുഫ്റിന്റെയും മുഴുവൻ വാതായനങ്ങളും മനുഷ്യർക്ക് മുന്നിൽ തുറന്നിട്ട് ശിർക്കിലേക്കും കുഫ്റിലേക്കും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ നമ്മൾ ദർശിക്കുകയാണ്. എത്രത്തോളം കൊച്ചു കേരളത്തിൽ കല്ലുകളെ ആരാധിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടെന്ന്. മരത്തെ ആരാധിക്കുന്നവരുണ്ട്, മരത്തിന് തുണിയുടിപ്പിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കല്ലുകളിൽ നേർച്ച നിവേദ്യങ്ങൾ അർപ്പിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കല്ലിനെ പൂജിക്കുന്ന വിഗ്രഹാരാധന നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ നിലവിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനത്തിന്റെ അടയാളമായി എടുത്തു പറയുകയാണെന്ത്? ലാ തഖൂമുസ്സാ ഹത്താ തൽഹഖ ഖബായിലു ബിൽ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ മുശ്രിക്കുകളുമായി കൈകോർക്കുന്നതാണ്. അങ്ങനെ കൈകോർക്കാതെ ലോകാവസാനം സംഭവിക്കുന്നതല്ല. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ വിഗ്രഹാരാധന നടത്താതെ, വിഗ്രഹത്തെ പൂജിക്കാതെ, വിഗ്രഹത്തെ ആരാധിക്കാതെ ലോകാവസാനം സംഭവിക്കുന്നതല്ല. ഇങ്ങനെ ഒരു വിഭാഗം ആളുകളിൽ ഉണ്ടായ ആ സ്വഭാവ ദൂഷ്യം പിന്നെ വളരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവസാനം വളർന്ന് 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 എത്രത്തോളം എത്തുമെന്ന് ചോദിച്ചാൽ ലാ തഖൂമുസ്സാ ഹത്താ ലാ യുഖാൽ ഫിൽ അർളി അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഇവിടെ ബാക്കിയാകാത്ത അവസ്ഥയുണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാൾ പോലും ബാക്കിയാകാത്ത അവസ്ഥയുണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം എടുത്തു മാറ്റപ്പെടും. ആളുകൾ ശിർക്കിലേക്കും കുഫ്റിലേക്കും തോന്നിവാസങ്ങളിലേക്കും വഴിമാറിപ്പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഇവിടെ ആളുണ്ടാവില്ല, തൗഹീദ് പറയാൻ ഇവിടെ ആളുണ്ടാവില്ല, അവിടെ അല്ലാഹ് എന്ന് പറയുന്ന ഒരാളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരാളും ഇവിടെ ബാക്കിയാവുന്നതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, തൗഹീദ് പറയാൻ ഇവിടെ ആരുണ്ടാവൂല. നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ആളുകളുടെ മനസ്ഥിതി അങ്ങനെ ഒരവസ്ഥയിലേക്ക് മാറുകയല്ലേ? പല ആളുകൾക്കും ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും സംസാരിക്കാനും പ്രസംഗിക്കാനും അതുപോലെ ആ കാര്യങ്ങളെല്ലാം ഇടപെടാനും വലിയ ഇഷ്ടമാണ്. എന്നാൽ തൗഹീദ് പറഞ്ഞാൽ അതിനോടൊരു അലർജി, ആ അലർജി ഉണ്ടാക്കിയെടുക്കുന്നു, ആ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ശക്തമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറയരുത്, തൗഹീദ് മാത്രം പറയരുത്, അത് മാത്രം ജനങ്ങളോട് പറയരുത്. അത് പറഞ്ഞാൽ ഭിന്നിപ്പുണ്ടാകും, പ്രശ്നമുണ്ടാകും, കോലാഹലമുണ്ടാകും, നമ്മൾ പഴഞ്ചന്മാരാണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും. ആ ഒരു ചിന്താഗതി വളരെ ശക്തമായിട്ടല്ലേ സഹോദരങ്ങളെ സമൂഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത്? ബോധപൂർവം ആ ഒരു അവസ്ഥയിലേക്ക് മാറുകയല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ പവിത്രത അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു വിഭാഗമായി നമ്മുടെ സമൂഹം അധപ്പതിക്കുകയല്ലേ? എങ്കിൽ നാം മനസ്സിലാക്കണം, ആ ഒരു അവസ്ഥ ലോകാവസാനത്തിന്റെ അടയാളമായി ഇവിടെ സംഭവിക്കാനുള്ളതാണ്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹയോടുള്ള ആ വിരക്തി, തൗഹീദിനോടുള്ള ആ വെറുപ്പ് അവരെ കൊണ്ടെത്തിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു വാക്ക് പോലും പറയാൻ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലേക്ക് അവർ മാറിപ്പോകുമെന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ എപ്പോ നോക്കിയാലും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു തൗഹീദ്, ഏത് വിഷയം വെച്ചാലും അതിലൊരു വിഷയം തൗഹീദ്, നിങ്ങൾ ഏത് മുക്കിൽ അവിടെ ഒരു തൗഹീദ്, നിങ്ങൾ ഏത് ക്ലാസ് എടുത്താലും അവിടെ ഒരു തൗഹീദ്. എങ്കിൽ തൗഹീദ് എന്നൊരു വാക്ക് അള്ളാന്റെ ഖുർആൻ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? മുജാഹിദുകളോടുള്ള വെല്ലുവിളിയാണ് നമ്മുടെ നാട്ടിലെ ചില മൗദൂദികൾ.
അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എല്ലാ കാര്യത്തിലും തൗഹീദാണ് വേണ്ടത്, തൗഹീദിനാണ് ഒന്നാം സ്ഥാനം, തൗഹീദാണ് ആവശ്യം എന്നൊക്കെ നിങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നല്ലോ, എങ്കിൽ ഈ തൗഹീദ് എന്നൊരു വാക്ക് അത് ഖുർആനിൽ കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. കാരണം തൗഹീദ് എന്ന വാക്ക് ഖുർആനിലുണ്ടോ? നമ്മോട് ചോദിക്കാണ്, മൗദൂദി എന്ന വാക്ക് ഖുർആനിലുണ്ടോ? അതല്ലെങ്കിൽ മറ്റേ ഹുക്കൂമത്തെ ഇലാഹി എന്ന വാക്ക് ഖുർആനിലുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള വാക്ക് ഖുർആനിലുണ്ടോ? അങ്ങനെ മറിച്ചും ചോദിക്കാം. അപ്പോൾ ഈ രൂപത്തിൽ തൗഹീദ് എന്ന വാക്ക് ഖുർആനിലില്ല, പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെ തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഉൽപ്പതിഷ്ടുക്കളായി വാദിക്കുന്ന ആളുകൾ പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലയോടുള്ള വെറുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിശദീകരിച്ചു ലോകാവസാനത്തിന്റെ മറ്റു ചില അടയാളങ്ങൾ. വിശ്വാസപരമായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് പുറമെ, വിശ്വാസപരമായി ഉണ്ടാകുന്ന തോന്നിവാസങ്ങൾക്ക് പുറമെ, അന്ധവിശ്വാസങ്ങൾക്ക് പുറമെ, അനാചാരങ്ങൾക്ക് പുറമെ സാമൂഹികമായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും വിശ്വാസരാഹിത്യങ്ങൾക്ക് പുറമെ ഉണ്ടാകുന്ന മറ്റു മൂല്യച്യുതികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന്റെ അടയാളമായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഒരു ചോദ്യം, അഖ്ബിർനി അനിസ്സാഅ, മുഹമ്മദേ ലോകാവസാനത്തെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരൂ, ലോകാവസാനത്തെ സംബന്ധിച്ച് എനിക്ക് പഠിപ്പിച്ചു തരൂ. ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സായിൽ, ചോദിച്ച ആളും ചോദിക്കപ്പെട്ട ആളും ആ വിഷയത്തിൽ ഒരേ വിവരമുള്ളവരാണ്. ചോദിച്ച ആളെക്കാൾ കൂടുതൽ വിവരമുള്ള ആളല്ല ചോദിക്കപ്പെട്ട ആൾ. നമുക്ക് രണ്ടുപേർക്കും ആ വിഷയത്തിൽ ഒരു അറിവേ ഉള്ളൂ, ഒരു വിവരമേ ഉള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഒരു വാചകം, ചോദ്യം, അഖ്ബിർനി അൻ അമാറാത്തിഹാ, എങ്കിൽ എനിക്ക് അതിന്റെ അടയാളങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തരൂ മുഹമ്മദേ, ലോകാവസാനത്തിന്റെ അടയാളം എന്താണ് എന്നെനിക്ക് പറഞ്ഞു തരൂ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ആ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അൻതലിദൽ അമതു റബ്ബതഹാ, ഒരു അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കുക എന്നത്, ഒരു അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കുക എന്നത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, ലോകാവസാനത്തിന്റെ മറ്റൊരടയാളമാണ് വഅന്തറൽ ഖുഫാതൽ ഉറാതൽ അലതരിഅ അശാതി യതതാവലൂന ഫിൽ ബുൻയാൻ, അതേ താഴ്വരകളിൽ ആടിനെ മേച്ചുകൊണ്ട് ജീവിക്കുന്ന, പാദരക്ഷ ധരിക്കാത്ത അങ്ങേറ്റം പാവങ്ങളായ ആട്ടിടയന്മാർ പോലും അതേ കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കുന്നത് നീ കണ്ടാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമായി മനസ്സിലാക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന്റെ അടയാളം രണ്ടെണ്ണം പറഞ്ഞു. അതിലൊന്ന് പറഞ്ഞത് അൻതലിദൽ അമതു റബ്ബതഹാ, അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കുക എന്നതാണ്. ഒരുപാട് വ്യാഖ്യാനമുണ്ടത്. എന്താണ് ഈ അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? അതിലൊന്ന് പറയുന്നത്, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അങ്ങനെ അടിമ സമ്പ്രദായം നിലവിലുള്ള സാഹചര്യത്തിലുള്ള നിയമം എന്താണെന്ന് ചോദിച്ചാൽ, അടിമ സ്ത്രീക്ക് തന്റെ യജമാനനിൽ ഒരു സന്താനമുണ്ടായാൽ, ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി അടിമയല്ല, ആ കുട്ടി സ്വതന്ത്രനാണ്. ആ കുട്ടിയുടെ ഉമ്മയോ അടിമയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഉമ്മുൽ വലത് എന്നാണ് പറയാ, ഉമ്മയുടെ കുട്ടി എന്നാണ് ആ കുട്ടിക്ക് പേര് വരിക. അങ്ങനെ ഒരു അടിമ സ്ത്രീക്ക് യജമാനനിൽ സന്താനമുണ്ടായാൽ സന്താനം സ്വതന്ത്രനായിരിക്കും, ഉമ്മയോ അടിമയായിരിക്കും. അങ്ങനെ ഈ അടിമ സ്ത്രീയുടെ യജമാനനായി ആര് മാറും? കുട്ടി മാറും. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ധാരാളമായി സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അടിമ സമ്പ്രദായം തന്നെ എടുത്തു മാറ്റപ്പെട്ടത്. രണ്ടാമതായുള്ള വ്യാഖ്യാനം, അതേ മാതാക്കളെ ഭരിക്കുന്ന മക്കൾ, മാതാക്കളെ ഉമ്മമാരെ ഭരിക്കുന്ന മക്കൾ, പെൺമക്കൾ ഉണ്ടാവുക, സമൂഹത്തിൽ അത് വ്യാപിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരും. രണ്ടായിരുന്നാലും അതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് വ്യാഖ്യാനമായിരുന്നാലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതലിദൽ അമതു റബ്ബതഹാ, ലോകാവസാനത്തിന്റെ അടയാളാണ് തന്റെ അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കുക എന്നത്. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു എന്ത്? അതേ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന,
താഴ്വരകളിൽ ആടിനെ മേച്ച് ജീവിക്കുന്ന, പാദരക്ഷ ധരിക്കാത്ത അങ്ങേറ്റം പാവങ്ങളായ ആട്ടിടയന്മാർ പോലും കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കാൻ വലിയ വലിയ ഗേഹങ്ങൾ ഉണ്ടാക്കുക, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, അതിലെല്ലാവരും മത്സരിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഒരുപക്ഷെ ഇവിടെ പണത്തിന്റെ കൊഴുപ്പോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള മുന്നേറ്റങ്ങളോ ആണെന്ന് പറയാം. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഇന്ന് ആർക്കാണ് ഒരു ചെറിയ കൂരയുള്ളത്? എല്ലാവരുടെയും മനസ്സിലുള്ള സ്വപ്നം എന്താ? വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം എന്നാണ്. വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം, ആ ബിൽഡിംഗ് ഏറ്റവും അത്യുന്നതമായിരിക്കണം എന്ന ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ. അവിടെ ചെറുപ്പ വലിപ്പമൊന്നുമില്ല, സാമ്പത്തികമായ യാതൊരുവിധ അസമത്വവും അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. കെട്ടിട നിർമ്മാണത്തിൽ ലോൺ എടുത്തിട്ടാണെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും എരവ് വാങ്ങിയിട്ടാണെങ്കിലും മറ്റേത് നിലക്കായിരുന്നാലും എനിക്ക് വലിയൊരു ബിൽഡിംഗ് ഉണ്ടായാൽ മതി, വലിയൊരു കെട്ടിടം ഉണ്ടായാൽ മതി, അമ്പരചുംബിയായ ഒരു ഭവനം ഉണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. താഴേക്കടയിലുള്ള ആളുകൾ പോലും കെട്ടിട നിർമ്മാണത്തിൽ ഇങ്ങനെ മത്സരിക്കും. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാവും, കോൺക്രീറ്റ് കാടുകൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. മറ്റൊരടയാളമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സാ ഹത്താ യതഖാറബ അസ്സമാൻ. ലാ തഖൂമു സാ, ലോകാവസാനം സംഭവിക്കുന്നതല്ല. ഹത്താ യതഖാറബ അസ്സമാൻ, സമയം അടുക്കുന്നത് വരെ, സമയം ചുരുങ്ങിപ്പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫതകൂനു സനതു കശ്ശഹരി വശ്ശഹ്റു കൽജുമുഅതി വതകൂനുൽ ജുമുഅതു കൽയൗമി വയകൂനുൽ യൗമു കസ്സാ വയകൂനു സ്സാഅതു കല്ലറമതി ബിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതേ ഒരു വർഷം ഒരു മാസം പോലെ ആളുകൾക്ക് അനുഭവപ്പെടും, ഒരു വർഷം ഒരു മാസം പോലെ ജനങ്ങൾക്ക് അനുഭവപ്പെടും. വശ്ശഹ്റു കൽജുമുഅതി, ഒരു മാസം ഒരാഴ്ച പോലെ അനുഭവപ്പെടും. വതകൂനുൽ ജുമുഅതു കൽയൗമി, ഒരാഴ്ച ഒരു ദിവസം പോലെ അനുഭവപ്പെടും. വയകൂനുൽ യൗമു കസ്സാ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ അനുഭവപ്പെടും. വയകൂനു സാഅതു കല്ലറമതി ബിന്നാർ, ഒരു മണിക്കൂർ തീപ്പൊരി പോലെ, തീപ്പൊരി വാർന്നത് പോലെ അനുഭവപ്പെടും. അങ്ങനെ സമയം ചുരുങ്ങി പോകുന്ന പറഞ്ഞു. സമയം ചുരുങ്ങിപ്പോകും. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു മാസം പോലെ ആയിരിക്കും തോന്നുക, ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലെ ആയിരിക്കും തോന്നുക, ഒരാഴ്ച ഒരു ദിവസം പോലെയാവും തോന്നുക, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് ഒരു മണിക്കൂർ പോലെ ആയിരിക്കും തോന്നുക, ഒരു മണിക്കൂർ ഒരു തീപ്പൊരി വാർന്നത് പോലെ അങ്ങ് പാറിപ്പോകും. എന്തേ? എവിടെ വ്യത്യാസം ഉണ്ടായത്? സൂര്യന്റെ ചലനത്തിന് സ്പീഡ് കൂടിയതാണോ? അല്ല. പഴയതുപോലെ ആ ആഴ്ചയിൽ 7 ദിവസങ്ങൾ തന്നെയല്ലേ ഉള്ളത്? അതെ. അതുപോലെ വർഷത്തിൽ 12 മാസം തന്നെയല്ലേ ഉള്ളത്? അതെ. പിന്നെ എവിടെ സംഭവിച്ചത്? അതറിയില്ല. സമയം ചുരുങ്ങിപ്പോകും, സമയം ചുരുങ്ങിപ്പോകും. ഒരു വർഷം ഒരു മാസം പോലെയും, ഒരു മാസം ഒരാഴ്ച പോലെയും, ഒരു ആഴ്ച ഒരു ദിവസം പോലെയും, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയും, ഒരു മണിക്കൂർ തീപ്പൊരി വാർന്നത് പോലെയുമായി ജനങ്ങൾക്ക് അനുഭവപ്പെടും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലോകാവസാനത്തിന്റെ മറ്റൊരടയാളം മുഹമ്മദ് നബി പറഞ്ഞത്, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അയ്യർഫഅൽ ഇൽമു വയക്സുറൽ ജഹ്ലു വയക്സുറൽ സിനാ വയശ്റബ ശുർബുൽ ഖംർ. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അയ്യുർഫഅൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടുക എന്നത്. ഇൽമു ഉയർത്തപ്പെടുക എന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. വയക്സുറൽ ജഹ്ലു, ആ സമയത്ത് വിവരക്കേട് ധാരാളം വർദ്ധിക്കുന്നതാണ്. ഇൽമു ഉയർത്തപ്പെടും. എങ്ങനെയാ ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ? ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ആകാശത്തേക്ക് ഉയർന്നു പോവുകയാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് വിശദീകരിച്ച് പറഞ്ഞു തന്നു. വിവരമുള്ള പണ്ഡിതന്മാരായ ഉലമാക്കളായ ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല വേഗത്തിൽ തിരിച്ചു വിളിക്കും. പണ്ഡിതന്മാർ സമൂഹത്തിൽ ഇല്ലാതാവും. അങ്ങനെ വരുമ്പോഴോ വയക്സുറൽ ജഹൽ, വിവരക്കേട് വർദ്ധിക്കും. കാര്യം എന്താ? പണ്ഡിതന്മാരില്ലാതായാൽ, ഇൽമുള്ളവരില്ലാതായാൽ തലസ്ഥാനത്തേക്ക് എന്തെടുക്കും? ജാഹിലീങ്ങളെ ആളുകൾ അവരോധിക്കും. ഒരു നേതാവ് വേണമല്ലോ. അപ്പൊ വിവരമില്ലാത്ത ആൾക്കാർ നേതാക്കന്മാരാവും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വിവരമില്ലാത്ത ആളിന്റെ അടുക്ക ചെന്നിട്ട് ആളുകൾ വിധി ചോദിക്കും. അപ്പൊ എനിക്ക് വിവരമില്ല, എനിക്ക് ആ വിഷയം അറിയില്ല എന്നവൻ പറയൂല, നേരെ മറിച്ച് അവനങ്ങ് വിധിയും പറയും. വിധി പറഞ്ഞിട്ട് അവൻ പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വിവരക്കേട് വർദ്ധിക്കുക. നമുക്കറിയുന്ന ലോകത്ത് എത്ര ലൈബ്രറികളാണുള്ളത്. ആ ലൈബ്രറികളിലെ ഗ്രന്ഥങ്ങൾ എത്രയാണ്? ഓരോ പണ്ഡിതന്മാരെ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവരെ എഴുതി കൂട്ടിയ ഗ്രന്ഥങ്ങൾ എത്രയാണ്? മഹാനായ ഇബ്നു ജരീർ തബരിയെ പോലെയുള്ള, മഹാനായ ഇബ്നു ഹജർ അസ്കലാനിയെ പോലെയുള്ള, മഹാനായ ഇമാം നവവിയെ പോലുള്ള ആളുകൾ എഴുതി കൂട്ടിയ പുസ്തകങ്ങൾ അത് വായിച്ചു തീർക്കാൻ ആളുകളുണ്ടോ ഇന്ന്? എന്നാൽ ഈ പറയപ്പെട്ട മഹത്തുക്കളൊക്കെ വളരെ കുറച്ചു കാലം ലോകത്ത് ജീവിച്ച ആൾക്കാരാണ്. ഇമാം നവവിയൊക്കെ 40-40 കൊല്ലം, 40-43 കൊല്ലം മാത്രമേ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ. വളരെ ചുരുങ്ങിയ കാലം ജീവിച്ച ആളാണ് ഇമാം നവവി. പക്ഷെ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ എത്രയാണ്?
ലൈബ്രറികൾ ചെന്നാൽ കുന്നുകൂടി കിടക്കുന്ന ഗ്രന്ഥശേഖരങ്ങൾ എത്രയാണ്. പക്ഷേ ആ ലൈബ്രറിയുടെ മൂലക്കെങ്കിലും ഒരാളെ നമുക്ക് ദർശിക്കാൻ കഴിയുമോ? അത് പഠിക്കുന്ന ഒരാളെ നമുക്ക് ദർശിക്കാൻ കഴിയുമോ? വിവരമുള്ള ആളുകളെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക. വയക്കുസുറൽ ജഹൽ, തലസ്ഥാനത്ത് വിവരക്കേട് വർദ്ധിക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വയക്കുസുറ സിനാ, വ്യഭിചാരം വർദ്ധിക്കുന്നതാണ്. വ്യഭിചാരം വർദ്ധിക്കുന്നതാണ്. എത്രത്തോളം തെരുവോരങ്ങളിൽ പോലും വ്യഭിചാരം നടക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്ന് ആളുകൾ കേട്ടപ്പോൾ ഒരു അത്ഭുതമായിരുന്നു. പക്ഷെ ഇന്ന് ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. തെരുവോരങ്ങളിൽ പോലും വ്യഭിചാരം വർദ്ധിക്കും. തെരുവോരങ്ങളിൽ വ്യഭിചാരം കാണുമ്പോ ഒരല്പം മാറി നിങ്ങൾക്ക് ചെയ്ത് അത് ആയിക്കൂടെ എന്ന് ചോദിക്കുന്നവനായിരിക്കും അക്കാലഘട്ടത്തിൽ ഒരല്പമെങ്കിലും ഈമാനുള്ളവൻ. എന്തിനാ നിങ്ങൾ ഈ പഠിക്ക് നിൽക്കുന്നത് എന്ന് ചോദിക്കണവനല്ല, ഒരല്പം മാറി ആയിക്കൂടെ എന്ന് ചോദിക്കുന്നവനായിരിക്കും അന്ന് ഒരല്പമെങ്കിലും ഈമാനുള്ളവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. സഹോദരങ്ങളെ, ഇതിനൊരു താരീഫ്, ഒരു വിശദീകരണം, ഒരു തഫ്സീർ ആരെങ്കിലും പറയണോ? വേണ്ട. ആ രൂപത്തിൽ നമ്മുടെ സമൂഹം ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ ലോകാവസാനത്തിന്റെ അടയാളമായി എണ്ണിപ്പിടിപ്പിച്ചു വയക്കുസുറ സിനാ, വ്യഭിചാരം വർദ്ധിക്കും. പിന്നെ പ്രവാചകൻ പറഞ്ഞു വയക്കുസുറു ശുർബുൽ ഖംർ, പിന്നെ വർദ്ധിക്കുക മദ്യപാനമായിരിക്കും. വേറെ റിപ്പോർട്ടിലുള്ളത് അശുർബത്തിൽ ഖുമൂർ, ശുരിബൽ ഖുമൂർ എന്നാണ്. പല തരത്തിലുള്ള മദ്യങ്ങൾ, പല തരത്തിൽ പല ബ്രാൻഡുകളിലുള്ള മദ്യങ്ങൾ, അങ്ങനെയുള്ള മദ്യങ്ങൾ, പല രൂപത്തിൽ ഉള്ള മദ്യങ്ങൾ കുടിപ്പിക്കപ്പെടുന്ന. ഒരു രൂപ ഒന്നും ആവൂല, പല രൂപ ആയിരിക്കും, പല പേരിലായിരിക്കും, പല ക്വാളിറ്റി ആയിരിക്കും, പല ക്വാണ്ടിറ്റി ആയിരിക്കും. അങ്ങനെ പല രൂപത്തിൽ ഇറക്കപ്പെട്ട പല പേരുകളുള്ള പല ലേബലുകളുള്ള പല തരം മദ്യങ്ങൾ അത് കുടിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ മദ്യപാനം വർദ്ധിച്ചാൽ ലോകാവസാനം നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ പ്രവാചകൻ പറഞ്ഞു വയഖല്ലു റിജാൽ വയക്ഫുറൻ നിസാ, സ്ത്രീകൾ അവരുടെ എണ്ണം വർദ്ധിക്കും. അതുപോലെ പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു പോകും. പുരുഷന്മാർ കുറയുകയും സ്ത്രീകൾ വർദ്ധിക്കുകയും ചെയ്യും. ഒരു പുരുഷന് 50 പെണ്ണ് എന്ന തോതിൽ ആൺപെൺ സന്തുലിതാവസ്ഥ താളം മറിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അതിന് പറയുന്നത് യുദ്ധകാല പ്രതിഭാസം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തൊരു യുദ്ധം നടന്നാൽ, ഒരു നാട്ടിലൊരു യുദ്ധം നടന്നാൽ പിന്നെ അവിടെ ജനിക്കുന്നത് ആൺകുട്ടികളായിരിക്കും കൂടുതലും. ആ നാട്ടിലെ ജനനിരക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആ നാട്ടിൽ ജനിച്ചത് ആൺകുട്ടികളായിരിക്കും ഒരു യുദ്ധം നടന്ന നാട്ടിൽ. അതിന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് യുദ്ധകാല പ്രതിഭാസം എന്നാണ്. കാരണം എന്താ? ആ നാട്ടിലൊരു യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും അധികം ആളുകൾ മരിച്ചിട്ടുണ്ടാവുക ആൺകുട്ടികളുടെ കൂട്ടത്തിൽ നിന്നായിരിക്കും, ആണുങ്ങളായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുന്ന ഒരു അവന്റെ പ്രത്യേകമായ ഒരു ഇടപെടലാണ് അവിടെ ആൺപെൺ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ കൂടുതൽ ആൺകുട്ടികൾ ജനിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ താളക്രമം, ഈ സന്തുലിതാവസ്ഥ റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഒരു നാട്ടിൽ പെണ്ണുങ്ങൾ മാത്രം ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും, ആൺകുട്ടികൾ കുറഞ്ഞു പോകും. അവസാനം 50 പെണ്ണിന് ഒരാണെന്ന തോതിലെത്തുന്ന, 50 പെണ്ണിനെ നോക്കുവാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് അവളെ പോറ്റുവാനോ ഒരാണിന് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അക്രമാസക്തരാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ 50 പേര് ചേർന്ന് ഒരാളെ ആക്രമിക്കാൻ തുടങ്ങും. അവസാനം ഈ മനുഷ്യനോട് ഏതെങ്കിലും ഒരു മരത്തിന്റെ മുകളിൽ രക്ഷപ്പെടാൻ വേണ്ടി, ഈ പെൺപടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കേറുന്ന അവസാനം നിലത്തിന്നുകൊണ്ട് കല്ലെറിഞ്ഞ് മാങ്ങയെറിഞ്ഞിടുന്നത് പോലെ ആ മനുഷ്യനെ, ആ പുരുഷനെ ആ സ്ത്രീകൾ എറിഞ്ഞിടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അങ്ങനെ ലോകാവസാനത്തിന്റെ അടയാളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇനി നമുക്ക് കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തുകൊണ്ടും സമൂഹം ദുഷിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ലോകാവസാനം സംഭവിക്കുക. ലോകാവസാനം സംഭവിക്കുക സമൂഹം ദുഷിക്കുന്ന അവസ്ഥയിലായിരിക്കും. ലാ തഖൂമു സാ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്, ഏറ്റവും ശർറായ, ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും തോന്നിയാസികളായ, ഏറ്റവും അക്രമകാരികളായ ആളുകളിലല്ലാതെ ലോകാവസാനം സംഭവിക്കില്ല. വളരെ മോശപ്പെട്ട ആളുകൾ. നമുക്കറിയാം ഇന്ന് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സംസ്കാരം, ആ സംസ്കാരം എടുത്തുമാറ്റി ധാർമ്മിക ച്യുതി സംഭവിച്ച ഒരു സമൂഹമായി മാറുകയാണ്. എല്ലാ തോന്നിയാസങ്ങളും അതിന് മാന്യതയുടെ ലേബലൊട്ടിക്കപ്പെടുകയാണ്. അക്രമിയായ മനുഷ്യൻ, ആ അക്രമിയായ മനുഷ്യന്റെ അക്രമത്തെ വാഴ്ത്തപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് ലോകത്ത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ആളുകൾ ഏറ്റവും അധികം മോശമായി കണ്ടിരുന്നത് ഇന്ന് ആളുകൾ വളരെ മാന്യമായി കാണുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളിലും ഈ ധർമ്മച്യുതി, ധാർമ്മിക ച്യുതി നമുക്ക് ദർശിക്കാൻ സാധിക്കും. എല്ലാ രംഗത്തും മനുഷ്യന്റെ സംസാരത്തിലാകട്ടെ,
അവന്റെ വേഷവിധാനങ്ങളിലാകട്ടെ, അവന്റെ ഇതര പ്രവർത്തനങ്ങളിലാകട്ടെ, അവന്റെ കുടുംബജീവിതത്തിലാവട്ടെ, അവൻ ബന്ധപ്പെടുന്ന കച്ചവടത്തിലും മറ്റു മേഖലകളിലുമാകട്ടെ, എല്ലായിടത്തും ഒരൽപ്പം തോന്നിയവാസവും അതുപോലെ ഒരൽപ്പം അധർമ്മവും ഒരൽപ്പം കള്ളത്തരങ്ങളും അത് അലിഞ്ഞു ചേർന്നിട്ടില്ല എങ്കിൽ അത് മാന്യമല്ല എന്ന് ചിന്തിക്കപ്പെടുന്നൊരവസ്ഥ. അങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥ. മുമ്പ് മഹാ തല്ലിപ്പൊളി എന്ന് പറഞ്ഞിരുന്നത് അത് നേരെ തിരിച്ചിന്ന് അടിപൊളി എന്ന് പറയുന്ന ഒരു സാഹചര്യം അല്ലേ? അടി എന്ന് പറഞ്ഞ തല്ലിന്ന് അർത്ഥം. അങ്ങനെ തല്ല് ആ വാചകം, ആ വാക്ക് തന്നെ മാറി അടിയായി. അങ്ങനെ തല്ലിപ്പൊളി അടിപൊളിയായപ്പോ തല്ലിപ്പൊളി എന്ന് കേൾക്കുമ്പോഴുള്ള ആ പ്രയാസം അടിപൊളി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. മാത്രല്ല, അടിപൊളി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലെ ആശ്വാസം, അത് അടിപൊളിയായിട്ടുണ്ട്. ആ തല്ലിപ്പൊളി എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ തല്ലിപ്പൊളി എന്ന് പറയുന്നത് നല്ലതായി കാണുന്ന, അങ്ങനെ മോശമായ ജനങ്ങൾ കാണുന്ന നല്ലതായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ മനസ്ഥിതി, നമ്മുടെ ധാർമ്മിക ബോധം, അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം, നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട മാനുഷികമായ പരിഗണനകൾ, ആ പരിഗണനകൾ ഒന്നിനു പുറകെ ഒന്നായി എടുത്തു മാറ്റിയിട്ട് ജനങ്ങൾ ഏറ്റവും ഷർറായ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് മാറുകയാണ്. ഏറ്റവും ഷർറായ ഒരു അവസ്ഥയിൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമുക്ക് നോക്കിയാൽ നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ഷർറായ ഒരു അവസ്ഥയിലേക്ക് സമൂഹം മാറും. അങ്ങനെ സമൂഹം മാറും. അങ്ങനെയായിരിക്കും ലോകാവസാനം സംഭവിക്കുക. പ്രവാചകൻ പിന്നെയും വിശദീകരിച്ചു, ആദ്യം സാലിഹികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ല മനുഷ്യന്മാർ ആദ്യം പോയിക്കൊണ്ടിരിക്കും. അവശേഷിക്കുന്നത് അതേ ചണ്ടികൾ സമാനമുള്ള ആളുകൾ, ഗോതമ്പിന്റെയും അതുപോലെ തന്നെ തമ്രിന്റെയും ചണ്ടികൾ പോലെയുള്ള ആളുകൾ, അതിന്റെ ഉമിക്ക് സമാനമായ ആളുകൾ മാത്രമേ ഇവിടെ ബാക്കിയാകും. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു വിലയും കൽപ്പിക്കില്ല. ഒരു വിലയും കൽപ്പിക്കില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കൂട്ടത്തിൽ സാലിഹുകൾ ഉണ്ട് എങ്കിൽ ആ സാലിഹുകളുടെ ബലത്തിലായിരിക്കും നമ്മളിവിടെ ജീവിക്കുന്നത്. അവരുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കാത്തത്, ഈ സമൂഹത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയാത്തത്. അതാണല്ലോ ഒരു കവി പറഞ്ഞത്, ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസുബിയത്തും മീനൽ യതാമാ റുല്ലഉ. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ, അല്ലാഹുവിനെ റുക്കൂ ചെയ്യുന്ന, റബ്ബിന്റെ മുന്നിൽ തലകുനിക്കുന്ന ചില പ്രായം ചെന്ന വയസ്സായ ആളുകളില്ലായിരുന്നുവെങ്കിൽ, വസുബിയത്തും മീനൽ യതാമാ റുല്ലഉ, അതേ മുലകുടി പ്രായം മാറാത്ത കുറച്ച് പിഞ്ചോമന മക്കളില്ലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ താഴ്വരകളിൽ അതേ പുല്ലുകൾ മേഞ്ഞു നടക്കുന്ന കുറച്ചു കാലികളില്ലായിരുന്നുവെങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ പണ്ടേ നിങ്ങൾ സംഭവിക്കുമായിരുന്നു. പക്ഷെ അത് സംഭവിക്കാത്തത് നമ്മൾ നല്ലതായതുകൊണ്ടല്ല, നമുക്കിടയിൽ കുറച്ച് നല്ല ആളുകൾ ജീവിക്കുന്നു എന്നതുകൊണ്ടാണ്, കുറച്ച് കാലികൾ ഇവിടെ ജീവിക്കുന്നു എന്നതുകൊണ്ടാണ്, മുലകുടി പ്രായം മാറാത്ത കുറച്ച് പിഞ്ചോമനകൾ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ റുക്കൂ ചെയ്യുന്ന കുറച്ച് പ്രായം ചെന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ്. അവരുടെ ഔദാര്യത്തിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. പക്ഷേ കാലാന്തരത്തിൽ നല്ല നല്ല മനുഷ്യന്മാർ റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തുമാറ്റിക്കളയും. ഏറ്റവും ചണ്ടികൾ ഇവിടെ ബാക്കിയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ, പ്രവാചകനോട് ഒരു അറാബി വന്നിട്ടാ ചോദിച്ചത്, മത്തസാ, എപ്പോഴാ ലോകാവസാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വുളിഅത്തിൽ അമാന ഫന്തളിരിസ്സാ, ഇദാ വുളിഅത്തിൽ അമാനതു ഫന്തളിരിസ്സാ. അതേ അമാനത്ത് പാഴാക്കപ്പെടുന്നത് നീ കണ്ടാൽ, അത് ചവിട്ടിമതിക്കുന്ന നീ കണ്ടാൽ, ഫന്തളിരിസ്സാ, ലോകാവസാനം നീ പ്രതീക്ഷിക്കണം. അമാനത്തുകൾ ചവിട്ടിമതിക്കുന്നത് കണ്ടാൽ ലോകാവസാനം നീ പ്രതീക്ഷിക്കണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കൈഫ ഇദാഅതുഹാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബി ഈ അമാനത്ത് പാഴാക്കി കളയുക എന്ന് പറഞ്ഞാൽ, അമാനത്തുകൾ ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നബിയെ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ബുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസ, ഒരു കാര്യം അതിന് യോഗ്യനല്ലാത്ത ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു കാര്യം അതിനൊരു യോഗ്യതയില്ല, അങ്ങനെ ഒരു യോഗ്യതയില്ലാത്ത ആളുകളെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് ഈ അമാനത്തുകൾ ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥ, നമ്മുടെ സാമൂഹിക വ്യവസ്ഥ യോഗ്യരാണോ നമ്മുടെ സ്ഥാനത്ത് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും എന്ത് യോഗ്യത ഉള്ളത്? 4 ആളെ കൂട്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ വിലപേശാൻ കഴിയുള്ളവനൊക്കെ നേതാവാകും. അങ്ങനെ കാര്യങ്ങൾ അർഹരല്ലാത്ത ആളുകൾ അവരിലേക്ക് എത്തിച്ചേരാൻ,
ഏതെങ്കിലും നിനക്ക് ഭൗതികമായ സാമ്പത്തികമായ ഒരു അല്പ ഉന്നതി കണ്ടാൽ ആ ഉന്നതി കൊണ്ട് മാത്രം അവൻ അതിന് അർഹനല്ലെങ്കിലും അത് ഏൽപ്പിക്കപ്പെടുന്ന അവസ്ഥ എല്ലാ രംഗത്തും നമുക്ക് ദർശിക്കാൻ കഴിയാണ്. സംഘടനാ രംഗത്തായിരുന്നാലും സാമൂഹിക രംഗത്തായിരുന്നാലും രാഷ്ട്രീയ രംഗത്തായിരുന്നാലും കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അർഹതയുള്ളവന് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരർഹതയില്ല, ഭൗതികമായ മാനദണ്ഡങ്ങളുടെ മേൽ മാത്രം അർഹത കൽപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ അനർഹരിലേക്ക് എത്തുന്ന ഒരവസ്ഥ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇത് നബി കണ്ടിട്ട് പറയണല്ല, ഇത് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും നമ്മളെ ആരെയോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ നോക്കിയിട്ട് ഇങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞാണ് എന്ന് സംശയിച്ചോ? ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഹൈറായ ഉമ്മത്ത്, ഏറ്റവും ഹൈറായ ആളുകൾ ജീവിച്ചിരുന്ന സമയത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ജീവിച്ചിരുന്ന സമയത്ത് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യമായി ലോകാവസാനത്തിന്റെ അടയാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ വിശദീകരിച്ച 11ഓളം അടയാളങ്ങൾ, ലോകാവസാനവുമായി ബന്ധപ്പെട്ട തുടർച്ചയായി വരുന്ന 11ഓളം അടയാളങ്ങൾ ഒറ്റ ഹദീസിൽ രേഖപ്പെടുത്തിയത് കാണാം. അതിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി എണ്ണിയ അടയാളം ലാ തഖൂമു സാ ഹത്താ തഖതതില ഫിഅതാനി അലീമതാൻ യകൂനു ബൈനഹുമാ മഖതതലുൻ അലീമാ ദഅവതുഹുമാ വാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലോകാവസാനം സംഭവിക്കില്ല ഹത്താ തഖതതില ഫിഅതാനി അലീമതാൻ, രണ്ട് വൻശക്തികൾ തമ്മിൽ യുദ്ധമുണ്ടാകാതെ ലോകാവസാനം സംഭവിക്കുന്നതല്ല. യകൂനു ബൈനഹുമാ മഖ്തലത്തുൻ അദീമാ, അവർ തമ്മിൽ വമ്പിച്ച ഒരു യുദ്ധം തന്നെയായിരിക്കും നടക്കുക. ദഅവതുഹുമാ വാഹിദ, അവർ രണ്ടുപേരുടെയും ആഹ്വാനം ഒന്നായിരിക്കും. ലോകത്ത് ഏറ്റവും വലിയൊരു യുദ്ധം നടക്കാണ്ടെന്ന് പറഞ്ഞത്, ഏറ്റവും വലിയൊരു യുദ്ധം, രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള യുദ്ധം. ഒരുപാട് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചതായി കാണാം. ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഇനി നടക്കാനുമുണ്ട്. അതുപോലെ തന്നെ ഇനി പ്രതീക്ഷിക്കാനുള്ള മൽഹമ എന്ന് പറയുന്ന യുദ്ധം അതുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ മഹാനായ ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന വമ്പിച്ചൊരു യുദ്ധം ലോകത്ത് സംഭവിക്കാനിരിക്കുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട്. ഇങ്ങനെ വൻ ശക്തികൾ തമ്മിൽ ഒരു യുദ്ധമുണ്ടാകും. ആ യുദ്ധം ഏതാ നമുക്കറിഞ്ഞുകൂടാ. അതൊരു വൻ യുദ്ധമായിരിക്കും, രണ്ട് ശക്തികളുടെയും ആഹ്വാനം ഒന്നായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അങ്ങനെ വലിയൊരു യുദ്ധം ഇവിടെ സംഭവിക്കാൻ, ലോകാവസാനത്തിന്റെ അടയാളമായി സംഭവിക്കാനുള്ള യുദ്ധം സംഭവിക്കാനുണ്ട്. അത് പലതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മഹാനായ ഇമാം മഹ്ദി അദ്ദേഹത്തിന് രംഗപ്രവേശനം ഉണ്ടാകും. ആ രംഗപ്രവേശനത്തിലൂടെ ഉണ്ടാകുന്ന യുദ്ധം പലപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരല്പം കാരികരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പോലും അവരുടെയൊക്കെ മനസ്സിൽ ഉള്ളൊരു ചിന്ത ഉണ്ട്, മഹ്ദി ഇമാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇമാമൊന്നുമില്ല. ആ ഹദീസൊക്കെ ഒറ്റടിക്ക് ദുർബലാക്കി തള്ളുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല, മഹ്ദി എന്ന മിഥ്യ എന്ന പേരിൽ നമ്മുടെ ഖത്തറിലുള്ള ഒരാൾ എഴുതിയ പുസ്തകം, ആ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അതെല്ലാരും വായിച്ച് കാണാതെ പഠിച്ചു വെച്ചിരിക്കണത്. മഹ്ദി എന്ന് പറഞ്ഞാൽ മഹ്ദി ഒന്നും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കള്ളന്മാർ ലോകത്ത് വന്നിട്ടുണ്ടല്ലോ മഹ്ദിയ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മഹ്ദിയ എന്ന് പറഞ്ഞ ഒരുപാട് കള്ളന്മാർ രംഗപ്രവേശനം ചെയ്യുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ മഹ്ദി ഒന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട അനവധി ഹദീസുകൾ ഇമാം മഹ്ദിയുടെ ആഗമനത്തെ സംബന്ധിച്ച് പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ ആശ്വാസം അവിടെയാണുള്ളത്. ഇമാം മഹ്ദിയുടെ ആഗമനം ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകുന്ന നേട്ടം, അതുപോലെ തന്നെ വിജയം, ഓരോ പ്രദേശത്തും മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്ന വിജയം, ആ വിജയങ്ങളെ സംബന്ധിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ മഹ്ദി മൂലമുണ്ടാകുന്ന യുദ്ധമാണോ അതല്ല അതിന് മുമ്പുണ്ടാകുന്ന യുദ്ധമാണോ നമുക്കറിഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് വൻ യുദ്ധമുണ്ടാകും, വൻ ശക്തികൾ തമ്മിലുള്ള യുദ്ധം. അവർ രണ്ടുപേരുടെയും ആഹ്വാനം ഒന്നായിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ലോകാവസാനത്തിന്റെ അടയാളം എണ്ണി പറഞ്ഞതാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ അടയാളം പറഞ്ഞു, വഹത്താ യുബഅത ദജ്ജാലൂന കദ്ദാബൂൻ ഖരീബുൻ മിൻ 30 കുല്ലുഹും യസ്അമു അന്നഹു റസൂലുള്ളാഹ്. അതേ വഹത്താ യുബഅത ദജ്ജാലൂന കദ്ദാബൂൻ, കള്ളവാദികളായ ദജ്ജാലുകളായ ഏകദേശം 30ഓളം ആളുകൾ ഇവിടെ രംഗപ്രവേശം ചെയ്യും. 30ഓളം കള്ളവാദികൾ, ദജ്ജാലുകളായ കള്ളവുമായി ചുറ്റിത്തിരിയുന്ന കള്ളവാദികൾ 30ഓളം ആളുകൾ ഇവിടെ വരും. വയസമു അന്നഹു റസൂലുള്ളാഹ്, അവരിലധികം ആളുകളും അല്ല, അവർ മുഴുവനും ആ 30 ആളുകളും വാദിക്കുക അവർ അള്ളാന്റെ റസൂലാണ്, ഞങ്ങൾ പ്രവാചകരാണെന്ന് വാദിച്ചുകൊണ്ട് കള്ളവാദവുമായിട്ട് 30ഓളം ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നതാണ്. അപ്പൊ 30ഓളം കള്ളവാദികൾ വന്നിട്ട് ഞങ്ങൾ പ്രവാചകന്മാരാണെന്ന് പറയും.
അതാണ് കള്ളപ്രവാചകന്മാർ. 30 കള്ളപ്രവാചകന്മാർ ഇവിടെ വരുന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവചനം നടത്തുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ തന്നെ കള്ളപ്രവാചകന്മാർ രംഗപ്രവേശനം ചെയ്തു. മുഹമ്മദ് നബിയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് ഹജ്ജത്തുൽ വിദായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിടവാങ്ങൽ ഹജ്ജിന് ശേഷമുള്ള കുറച്ച് കാലഘട്ടത്തിൽ തന്നെ അബ്ഹലത്ത് ഇബ്നു കഅബ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അസ്വദുൽ അൻസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കള്ളപ്രവാചകന്റെ പ്രവേശനം ചെയ്തു. അസ്വദുൽ അൻസി എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകൻ, അതുപോലെ തന്നെ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന മറ്റൊരു കള്ളപ്രവാചകൻ. ഇതൊക്കെ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇവർ രണ്ടുപേരും രംഗപ്രവേശനം ചെയ്തു. അതിൽ അബ്ഹലത്ത് ഇബ്നു കഅബ് അയാള് അനവധി വാദഗതികളുമായി രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, മഹാനായ ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് ഈ അബ്ഹലത്ത് ഇബ്നു കഅബ് എന്ന് പറയുന്ന കള്ളപ്രവാചകന് സഹായിയായി 2 പിശാചുക്കൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ 2 പിശാചുക്കളും കാനാ യുഖ്ബിറാനിഹി ബികുല്ലി ഷൈഇൻ യുഹദ്ദിഥു മിൻ ഉമൂരിൻ നാസ്. ഈ 2 പിശാചുക്കൾ അവരിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ലോകത്ത് അവർക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമല്ലോ പിശാചുക്കളായ ജിന്നുകൾ. ആ ജിന്നുകൾ ഇങ്ങനെ ലോകത്ത് ചുറ്റിത്തിരിഞ്ഞിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ അബ്ഹലത്ത് ഇബ്നു കഅബിന് എത്തിച്ചു കൊടുക്കും. അങ്ങനെ അബ്ഹലത്ത് ഇബ്നു കഅബ് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രവചിക്കാൻ തുടങ്ങി. അവിടെ ഇന്നത് സംഭവിച്ചിട്ടുണ്ട്, അവിടെ പോയി നോക്കുമ്പോൾ ശരിയാണ്. ഇവിടെ ഇന്നത് സംഭവിച്ചിട്ടുണ്ട്, അവിടെ പോയി നോക്കുമ്പോൾ ശരിയാണ്. അങ്ങനെ ഈ 2 ശൈത്താന്മാര് നടന്നിട്ട് എല്ലാ വിവരവും ഈ അബ്ഹലത്ത് ഇബ്നു കഅബിന് എത്തിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇവൻ പ്രവചിക്കണ കേട്ടോ. എന്നിട്ട് ആ പ്രവചനത്തിന്റെ പിമ്പലത്തിൽ നിന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാന്റെ റസൂലാണ് എന്ന് പറഞ്ഞു. അവസാനം നമുക്കറിയാം ആ അബ്ഹലത്ത് ഇബ്നു കഅബിനെ വധിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ ഫൈറൂസ് എന്ന് പറയുന്ന ഒരു മല്ലൻ അബ്ഹലത്ത് ഇബ്നു കഅബിനെ വധിച്ചു കളഞ്ഞതായി ചരിത്രത്തിൽ കാണാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആഹ്വാനം ചെയ്തു. അബ്ഹലത്ത് ഇബ്നു കഅബിനെ വധിച്ചു കഴിഞ്ഞ് ആ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കാൻ വന്ന ആള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വിവരമാണ് അറിഞ്ഞത്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമാണ് ഈ ആള് വിവരവുമായി എത്തുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വിവരം കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ഹലത്ത് ഇബ്നു കഅബിന്റെ വധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതിന് ശേഷമാണ് ഈ ലോകത്ത് നിന്ന് യാത്രയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ് ഇതാ പ്രവാചകൻ ഇവിടുന്ന് വഫാത്തായിരിക്കുന്നു. പ്രവാചകൻ വഫാത്തായപ്പോൾ പ്രവാചകന്റെ പ്രവചനവുമായി അത് പുലർന്ന വിവരവുമായി ആളിവിടെ എത്തിയിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ വിശദീകരിച്ചത് കാണാം. മറ്റൊരു കള്ളപ്രവാചകൻ അത് മുസൈലിമത്തുൽ കദ്ദാബാണ്. മൂപ്പര് പറഞ്ഞത് ഞാൻ ഒരു യഥാർത്ഥ നബിയൊന്നുമല്ല, അല്ലെങ്കിൽ പരിപൂർണനായ ഏകാധിപതി അല്ലെങ്കിൽ ഒറ്റക്ക് വന്നൊരു നബിയൊന്നുമല്ല, നേരെ മറിച്ച് മുഹമ്മദ് നബിയെ സഹായിക്കാൻ കൂടെ വന്നതാണ്. ഞാൻ മുഹമ്മദിക്ക് ഹെൽപ്പറായിട്ട് വന്ന ആളാണ് എന്നാണ് മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വാങ്കുളിക്കുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിങ്ങനെ വിളിച്ചു പറയായിരുന്നു. അതിന്റെ ബാങ്കിൽ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയായിരുന്നു. മാത്രല്ല ഈ മുസൈലിമത്തുൽ കദ്ദാബ് മുഹമ്മദ് നബിക്ക് ഒരു കത്തയച്ചപ്പോ മുസൈലിമത്തുൽ കദ്ദാബ് അതിൽ എഴുതി വെച്ചത് അതേ അള്ളാഹുവിന്റെ ദൂതനായി മുഹമ്മദ് നബിക്ക് മറ്റൊരു ദൂതനായ മുസൈലിമ എഴുതുന്ന കത്ത് എന്നാണ്. അപ്പോ അള്ളാന്റെ ദൂതനാണ് ഞാനും, അതുപോലെ മുഹമ്മദ് നബി അള്ളാന്റെ ദൂതനാണ് എന്ന് വാദിച്ച ആളാണ് മുസൈലിമത്തുൽ കദ്ദാബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ മുസൈലിമക്കെതിരെ പടപ്പുറപ്പാട് നയിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. നമുക്കറിയാം ആ ചരിത്രം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഒരു സംഘം ആളുകൾ അങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ് വഫാത്തായത്. ആ മുസൈലിമയെ കൊല്ലാൻ വേണ്ടി റസൂൽ നിർദ്ദേശിച്ചതിന് ശേഷമാണ് റസൂൽ വഫാത്തായത്. ആ സംഘം അവിടുന്ന് പുറപ്പെട്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുത്ത ആദ്യ സമയത്ത് നിർവഹിച്ച ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ മുസൈലിമയുമായി യുദ്ധം ചെയ്യാനുള്ള ആ സംഘത്തെ അങ്ങോട്ട് വിടാനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി ഒരുങ്ങിയത്. അങ്ങനെ അവരുമായി യുദ്ധം നടന്നു. വഹശി ഈ മുസൈലിമയെ വധിച്ചതായി നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇതിന് തുടക്കായി. പിന്നീട് എത്ര കള്ളപ്രവാചകന്മാർ. അവസാനം നമ്മുടെ പഞ്ചാബുകാരൻ വന്നു. ആര്? മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. അങ്ങനെ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി വന്നു. പിന്നെ മിർസ ഹുസൈൻ അലി വന്നു, ബഹായി മതത്തിന്റെ ആള്. ഇവരൊക്കെ വന്നിട്ട് അവസാനം പറഞ്ഞു ഞങ്ങളൊക്കെ അള്ളാന്റെ ദൂതന്മാരാണെന്ന് പറഞ്ഞു. എന്താ യോഗ്യത? ഞങ്ങൾക്ക് മൂത്രവാർച്ചയുണ്ട്. അങ്ങനെ മൂത്രവാർച്ചയുണ്ടെന്ന യോഗ്യതയുമായിട്ടാണ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി പഞ്ചാബുകാരൻ പ്രവാചകത്വത്തിന് മുഅ്ജിസത്തായി തെളിവ് അവതരിപ്പിച്ചുകൊണ്ട് കടന്നു വന്നത്. അങ്ങനെ എന്തെല്ലാം പേക്കൊലങ്ങളാണ് ഉണ്ടായത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു തന്നു, ഈ ഉമ്മത്തിന് എന്റെ കാലശേഷം 30ഓളം കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നിട്ട് അവർ പറയും ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറയാതെ ലോകാവസാനം സംഭവിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി ആ ഹദീസിൽ വിശദീകരിക്കുന്നത് വഹത്താ യുഖ്ബലൽ ഇൽമു,
ഇൽമ് പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഇൽമ് പിടിക്കപ്പെടുന്നത് വരെ ലോക അവസാനം സംഭവിക്കുന്നതല്ല. ഇൽമിയായ ചർച്ചകളൊക്കെ ഇല്ലാതാകുന്ന പറഞ്ഞത്. നേരത്തെ ഞാൻ വിശദീകരിച്ചു അതിന്റെ വിശദീകരണം. ഇൽമ ഉയർത്തപ്പെടും. ആ ഇൽമിന്റെ സദസ്സുകൾ, ആ ഇൽമ് കിട്ടുന്ന സദസ്സുകൾ അതൊക്കെ എടുത്തു മാറ്റപ്പെടും. ഇൽമിന്റെ സ്ഥാനത്ത് മറ്റ് പലതും ചേക്കേറുന്ന സഹോദരങ്ങളെ നമ്മൾ ഒന്നുകൂടി ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമല്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതമായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ ജീവിതമായിരുന്നാലും ഇൽമല്ല സജീവമായ ചർച്ച. ഒരു വാഹനത്തിൽ കയറിയാൽ തന്നെ ഏറ്റവും താളക്കൊഴുപ്പുള്ള മ്യൂസിക്കുള്ള ഒരു സംഗീതം ഇട്ട് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ അത് ആസ്വദിക്കാൻ ജനങ്ങൾ തയ്യാറാണ്. ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുവെങ്കിൽ അവിടെ ഏറ്റവും കൊഴുപ്പാർന്ന രൂപത്തിൽ ആളുകളെ മനസ്സുമയക്കുന്ന രൂപത്തിൽ ഗാനമേളയോ മറ്റുള്ള സാഹിത്യങ്ങളോ നടത്തുന്നതിൽ ആർക്കും ഒരു വിഷമമില്ല. അള്ളാന്റെ ദീൻ പഠിക്കുന്ന വിഷയം വരുമ്പോൾ മാത്രം പിന്നോക്കം പോവുക. സ്വന്തം മക്കളായിരുന്നാലും അവരെ പഠിപ്പിക്കുമ്പോൾ ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ മുൻതൂക്കം നൽകുക. അള്ളാന്റെ ദീൻ പഠിപ്പിക്കാൻ അതിനൊരു താല്പര്യം ഉണ്ടാകാതിരിക്കുക. അങ്ങനെ ഇൽമ് പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കാതെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ പ്രവാചകൻ പറഞ്ഞു, വതക്കസുറസ്സലാസിലു, ഭൂകമ്പങ്ങൾ വർദ്ധിക്കും. ലോകാവസാനത്തിന്റെ അടയാളമാണ് ഭൂകമ്പങ്ങൾ ധാരാളമായി വർദ്ധിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി അങ്ങനെ ഒരു കാരണം അല്ലെങ്കിൽ ആ ഭൂകമ്പത്തിനുള്ള കാരണങ്ങൾ പ്രവാചകൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടും ഓരോ കാര്യത്തിലും, ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും അടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഭൂകമ്പം ഉണ്ടാകാൻ, അതുപോലെ പിളർത്ത് കളയുന്ന, ഭൂമിയെ പിളർത്ത് കളയുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ ചില കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രവാചകൻ പറഞ്ഞ ഒരു റിപ്പോർട്ട് മഹാനായ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ കിതാബുൽ ഫിത്തനിൽ എടുത്തുകൊടുത്തത് കാണാം. പ്രവാചകനോട് പറഞ്ഞു, ഈ ഭൂകമ്പങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം എന്താ? നബി പറഞ്ഞു, ഇദത്തുഹിദൽ ഫൈഉദ് ദുവല വൽ അമാനതു മഗ്നമ വസ്സകാതു മഗ്റമ വതുഅല്ലിമ ലിഗൈരിദ്ദീൻ. അതെ, പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരവസ്ഥ. പൊതുമുതൽ നശിപ്പിക്കുക. ഒരു ബൾബ് അത് വീട്ടിൽ കിടന്ന ഒരു ആരും തല്ലിപ്പൊട്ടിക്കൂല. പോസ്റ്റുംകാലിമാലാണെങ്കിൽ അത് എറിഞ്ഞു പൊട്ടിക്കാതെ ഒരു ഉറക്കം വരില്ല. സ്വന്തം വണ്ടിയുടെ ചില ആരും എറിഞ്ഞു പൊട്ടിക്കൂല. KSRTC ബസ്സിനെ കണ്ട് അപ്പറിയണം. അപ്പൊ ഈ രൂപത്തിൽ പൊതുമുതലിനോട് വല്ലാത്തൊരു അലർജിയാണ്. അതിങ്ങനെ നശിപ്പിച്ചടങ്ങുള്ളൂ. അത് ഏറ്റവും വികൃതമാക്കി, ഏറ്റവും മോശമാക്കി. ഒരു ബാത്റൂമിൽ കയറിയാൽ പോലും അവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടാവോ അത് മുഴുവൻ അവിടെ കാട്ടിക്കൂട്ടി വെക്കും. അത് മോശപ്പെടുത്തും. സ്വന്തം കുടുംബത്തിലോ സ്വന്തം വീട്ടിലോ ഉള്ള ഒരു സാധനത്തോടൊരു വെറുപ്പില്ല. പൊതുമുതലെ കണ്ടത് നശിപ്പിക്കാനുള്ള വ്യഗ്രത അങ്ങനെ ഉണ്ടാകും നബി പറയാ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വൽ അമാനത്തു മഗ്നമ വസ്സകാത്തു മഗ്റമ, ഒരു കാര്യം വിശ്വസിച്ച് നിന്നെ ഏൽപ്പിച്ചിട്ട് അത് പിടിച്ചു വെക്കുന്ന ഒരു കാലമുണ്ടായാൽ എന്തെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ? ഇല്ല. സ്വഹാബികൾ തന്നെ പറയാ, പണ്ട് കാലത്ത് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളുമായി തന്നെ ഇടപാട് നടത്താൻ പറ്റും. എന്തെങ്കിലും അവരെ ഏൽപ്പിച്ച് അവർ വേദഗ്രന്ഥത്തിന്റെ ആളുകളാ, അവർ സൂക്ഷിച്ചോളും. മുസ്ലിങ്ങളാണെങ്കിൽ പിന്നെ പറയേണ്ട, വിശ്വാസികളാണെങ്കിൽ പരസ്പര സാഹോദര്യത്തിന്റെ പേരിൽ അവർ സൂക്ഷിച്ചോളും. പക്ഷെ ഇന്ന് ആരെയും ഒന്നും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം അങ്ങോട്ട് വിട്ടുപോയാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടൂല. അങ്ങനെ വൽ അമാനത്തു മഗ്നമ, വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വസ്സകാത്തു മഗ്റമ, സക്കാത്ത് കടായിടുക. സക്കാത്ത് കൊടുക്കൂല. സക്കാത്ത് ഇങ്ങനെ കടായിട്ട് കിടക്കും. ബാക്കിയുള്ള കണക്കൊക്കെ ക്ലിയറാ. കിട്ടാനുള്ളതും വാങ്ങാനുള്ളതും മറ്റുള്ള മേഖലകളിലതൊക്കെ വളരെ കൃത്യമാണ്. പക്ഷെ സക്കാത്തിന്റെ കാര്യം മാത്രം അത് കടമായിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മതത്തിന് വേണ്ടിയല്ലാതെയുള്ള പഠനം, അള്ളാന്റെ ദീൻ മാറ്റി വെച്ചിട്ടുള്ള പഠനം, ബാക്കിയുള്ള ഭൗതികമായ എല്ലാ വിവരവും കിട്ടും, എല്ലാ വിവരവും നേടും. പക്ഷെ ഖുർആൻ ഓതാൻ അറിഞ്ഞൂടാ. എത്ര വലിയ ദുര്യോഗമാണത്, നമ്മൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ മതത്തിന് വേണ്ടിയല്ലാതെയുള്ള പഠനങ്ങൾ. ഒരു മനുഷ്യൻ തന്റെ ഭാര്യ അനുസരിക്കാൻ, തന്റെ ഭാര്യ അനുസരിച്ച് തന്റെ ഉമ്മയെ അവഗണിക്കുന്നൊരു കാലം വന്നാൽ, ഭാര്യയ്ക്ക് വശംവദനായിട്ട് തന്റെ ഉമ്മയെ അവഗണിക്കുന്ന ഒരു കാലം വന്നാൽ, തന്റെ ചങ്ങാതിയെ, തന്റെ കൂട്ടുകാരനെ തന്നിലേക്ക് അടുപ്പിക്കുകയും അബാഹു, തന്റെ പിതാവിനെ തള്ളിയകറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അള്ളാഹുവിന്റെ പള്ളികൾ ഭൗതികമായ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ശബ്ദമുഖരിതമാകുന്നൊരവസ്ഥയുണ്ടായാൽ,
ഒരു ഗോത്രത്തിന്റെ തലവൻ, അവരിലെ ഏറ്റവും തെമ്മാടിയായ ഒരു മനുഷ്യനാകുന്ന ഒരു സാഹചര്യം വന്നാൽ, വകാന സഈമൽ ഖൗമി അർദലുഹും, ഒരു സമൂഹത്തിന്റെ നേതാവ് ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യനാകുന്നൊരവസ്ഥ വന്നാൽ, വ ഉക്രിമർ റജുലു മഖാഫത ശർരിഹി, ഒരു മനുഷ്യന്റെ ശർറ് ഭയന്നിട്ടവനെ ഭയപ്പെടുന്ന ആദരിക്കുന്ന, ഒരു മനുഷ്യന്റെ ശർറ് പേടിച്ചിട്ടവനെ ആദരിക്കുന്ന ഒരു കാലമുണ്ടായാൽ, വലഹറത്തിൽ ഖൈനാതു വൽ മാസിഫു, സംഗീതോപകരണങ്ങളും നർത്തകികളും വർദ്ധിക്കുന്ന ഒരു കാലം വന്നാൽ, വശുരിബത്തിൽ ഖുമൂർ, പലതരത്തിലുള്ള മദ്യങ്ങൾ, പല ലേബലിലുള്ള മദ്യങ്ങൾ കുടിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ, വലാന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവലഹാ, ഈ സമൂഹത്തിലെ അവസാന കാലക്കാർ ആദ്യകാലക്കാർ ശപിക്കുന്ന ഘട്ടമായാൽ, ഫർതകിബു ഇൻദ ദാലിക റീഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ വകദ്ഫൻ വആയാതിൻ തതാബഉ കലിലാമിൻ ഖുതിഅ സിൽകുഹു ഫതതാബഅ, തീക്കാറ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം, തീക്കാറ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം, ഭൂകമ്പങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കണം, ഭൂമി എടുത്ത് മറിച്ചു കളയുന്നതിന് നിങ്ങൾ പ്രതീക്ഷിക്കണം, ഭൂമി പിളർത്തിക്കളയുന്നതിന് നിങ്ങൾ പ്രതീക്ഷിക്കണം. അതേ, ഒരു മുത്തുമാലയുടെ നൂലങ്ങ് പൊട്ടിയാൽ എപ്രകാരമാണോ ആ നൂലിൽ നിന്ന് ഓരോരോ മുത്തുകളായി പൊഴിഞ്ഞു വീഴുന്നത്, അങ്ങനെ തുടരെ 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 നിങ്ങളെ ബാധിക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷകളെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി 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 പറഞ്ഞു ഓരോ കാര്യങ്ങളും. അതിലെന്താ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തത്? എന്താ നമ്മളെ ബാധിക്കാത്തത്? അതിലേത് വിഷയമാണ് നമ്മളുമായൊരു ബന്ധമില്ലാത്തത്? എണ്ണി പറയുമ്പോൾ ഓരോന്നും നമ്മളുമായിട്ട് ബന്ധം. ഒരു പള്ളി കയറിയാലും ദുനിയാവിന്റെ കാര്യം തന്നെ ചർച്ച. അവിടെ അങ്ങനെ ബഹളം ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാവും, ഒരു പ്രശ്നമില്ല. നർത്തകികൾ ഇങ്ങനെ വർദ്ധിക്കുക, അതുപോലെ സംഗീതോപകരണങ്ങൾ വർദ്ധിക്കുക. പണ്ട് കാലഘട്ടത്തിൽ ഒരു ഗാനമേള നടത്തണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകണമായിരുന്നു. പക്ഷേ ഇന്നൊരു ചെറിയ പെട്ടിയായി വരിക, പലതരത്തിലും അതിൽ നിന്ന് താളക്കൊഴുപ്പുകളാർന്ന ശബ്ദങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ വരിക. എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ സമൂഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു, സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. തീക്കാറ്റിനെ പ്രതീക്ഷിക്കാനല്ല പറഞ്ഞത്. തീക്കാറ്റ് അവരിലേക്ക് അടിച്ചു വീശും. വസൽസലതൻ, ഭൂകമ്പങ്ങൾ ഉണ്ടാവും. വഹസ്ഫൻ വമസ്ഖൻ വകദ്ഫ, ഭൂമിയെ പിളർത്തിക്കളയും. അതുപോലെ തന്നെ ഭൂമി എടുത്ത് മറിച്ചിടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നൊന്നായി വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഈ സമൂഹത്തിന്റെ അവരുടെ ജീവിത രീതി കൊണ്ട് അവരുടെ തോന്നിവാസങ്ങൾ വർദ്ധിച്ച കാരണത്താൽ ഭൂകമ്പങ്ങൾ വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലോകാവസാനത്തിന് മറ്റൊരടയാളം പ്രവാചകൻ പറഞ്ഞത് നേരത്തെ നമ്മൾ വിശദീകരിച്ചു. സമയം ചുരുങ്ങും, അതിവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരടയാളം പ്രവാചകൻ പറഞ്ഞത് കുഴപ്പങ്ങൾ പുറത്തു വരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി 3 കുഴപ്പങ്ങളെ സംബന്ധിച്ച്, ഫിത്നകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ഫിത്നകൾ പുറത്തു വരും. പിന്നെ പ്രവാചകൻ പറഞ്ഞത് വയക്സറൽ ഹർജു, ഹർജ് വർദ്ധിക്കും. ഹർജ് വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഈ ഹർജ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ഹർജ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹർജിനെ സംബന്ധിച്ച് വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന യദൈ അസ്സാ ലഹർജ, തീർച്ചയായും എനിക്കും ലോകാവസാനത്തിനുമിടയിൽ ഹർജ് ഉണ്ടാകും. ആ സമയത്ത് റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൽ ഹർജു, എന്താണ് ഈ ഹർജ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ഹർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖത്ലു, കൊലകളാണ്, കൊലപാതകങ്ങളാണ്. ഫഖാല ബഅദുൽ മുസ്ലിമീൻ, ആ സമയത്ത് മുസ്ലിങ്ങളായ ചില ആളുകൾ ചോദിച്ചു, നബിയെ, ഇന്നാ നഖ്തുലുൽ ആൻ ഫിൽ ആമിൽ വാഹിദ് മിനൽ മുശ്രിക്കീൻ കദാ വകദാ, നബിയെ ഞങ്ങൾ യുദ്ധത്തിലൊക്കെ പോകാറുണ്ടല്ലോ, യുദ്ധത്തിന് പോകുമ്പോൾ ഒരുപാട് മുശ്രിക്കീങ്ങളെ ഞങ്ങൾ കൊല്ലാറുണ്ടല്ലോ, അതാണ് നബിയെ ഈ ഹർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ബിഖത്ലിൽ മുശ്രിക്കീൻ, ഈ യുദ്ധങ്ങളിൽ നടക്കുന്ന ആ കൊലയല്ല ഉദ്ദേശിച്ചത്. വലാകിൻ യഖ്തുലു ബഅദുകും ബഅദാ, നിങ്ങൾ പരസ്പരം കൊല നടത്താൻ തുടങ്ങും, നിങ്ങൾ പരസ്പരം കൊല നടത്തും. ഹത്താ യഖ്തുല റജുലു ജാറഹു വബിന അമ്മിഹി വദാ ഖറാബതിഹി, അതെ, തന്റെ അയൽവാസിയെ കൊല്ലും, തന്റെ സഹോദരപുത്രനെ കൊല്ലും, അതുപോലെ തന്നെ അടുത്ത കുടുംബാദികളെ കൊന്നുകളയും. അങ്ങനെ കൊലപാതകങ്ങൾ ബന്ധുക്കൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ അത് വർദ്ധിക്കും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലുണ്ടായിരുന്ന ചില ആളുകൾ ചോദിച്ചു, നബിയെ, വമാന ഉഖുലുനാ ദാലിക്കൽ, എന്താ നബി പറയുന്നത്? ഞങ്ങൾ അയൽവാസികൾ തമ്മിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ ഞങ്ങൾ കൊല്ലുന്നോ? അന്ന് ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവൂലേ നബിയെ? ഞങ്ങൾക്കന്ന് ചിന്താശേഷി ഉണ്ടാവില്ലേ നബിയെ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ
അന്നത് ഉണ്ടാവൂല. നിങ്ങൾക്ക് ആ ചിന്താശേഷി ഉണ്ടാവൂല. ആ സമയത്ത് നിങ്ങളിൽ അധികം ആളുകളുടെയും ബുദ്ധി, ചിന്ത അങ്ങെടുത്തു മാറ്റപ്പെടും. ഒരിക്കലും അവർക്ക് ലാഉകൂലലഹും, ഒരിക്കലും അവർക്ക് ബുദ്ധി ഉണ്ടാവൂല. കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? കൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. കൊലപാതകം എന്ന് വെച്ചാൽ വലിയ കാര്യമാണോ? ഒരു കാര്യമല്ല. അത് അയൽവാസിയാണേലും വേണ്ടില്ല, വീട്ടുകാരനാണേലും വേണ്ടില്ല, കുടുംബക്കാരനാണേലും വേണ്ടില്ല. ആളുകൾ കൊല്ലുക തന്നെ കൊല്ലുക. സഹാബികൾ ഇത് റസൂലുള്ളാഹി അന്ന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അത്ഭുതത്തോട് ചോദിച്ചു, നബിയെ അന്ന് ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവൂലേ? എന്താ പറയാ, ഞങ്ങൾ അയൽവാസികളെ കൊല്ലുകയോ ഞങ്ങളുടെ അടുത്ത ബന്ധുമിത്രാദികളെ കൊല്ലുകയോ? നബി പറഞ്ഞു, അതെ, ഞങ്ങളുടെ അടുത്ത ബന്ധുമിത്രാദികളെ കൊല്ലും. അതാണ് ഈ ഹർജ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നബി വിശദീകരിച്ച് പറഞ്ഞു, ലാ തദ്ഹബു ദുനിയാ ഹത്താ യഅതി അലന്നാസി യൗമുൻ, ജനങ്ങളുടെ മേലൊരു കാലം വരാതെ ലോകാവസാനം സംഭവിക്കില്ല. ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല, ആ കാലം വന്നാൽ കൊന്നോനറിയൂല എന്തിനാ ഞാൻ കൊന്നത് എന്ന് മാത്രമല്ല, വലൽ മഖ്തൂലു ഫീമ ഖുതില, മരിച്ചോനും അറിയില്ല എന്തിനാണ് അവൻ എന്നെ കൊന്നത്. കൊല്ലപ്പെട്ടവനറിയില്ല അവനെന്തിനാ കൊന്നത് എന്ന്. കൊന്നാക്കും അറിയില്ല ഞാൻ എന്തിനാ അവനെ കൊന്നത്. അങ്ങനെ ഒരു കാലം വരും. ആ സമയം അത് റസൂലുള്ളാഹി പറയുമ്പോ നബിയോട് ചോദിച്ചു, കൈഫ യകൂനു ദാലിക്, അതെങ്ങനെയായിരിക്കും നബിയെ, എങ്ങനെയായിരിക്കും അങ്ങനെ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹർജു, അതാണ് ഹർജ്, അതാണ് ഹർജ്, അതാണ് ഹർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, പരസ്പരം വാളെടുത്തുകൊണ്ട് കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാകുന്ന അവസ്ഥയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മുസ്ലിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല, മിണ്ട വാളെടുക്കും. ആണല്ലോ, വാളി കുറഞ്ഞിട്ട് പരിപാടിയില്ല. ഇരുമ്പോടി വാള്, അതുപോലെ തന്നെ വെട്ടുകത്തി, അത് ബോംബ്, ആ രൂപത്തിലല്ലാതെ ഒരു സംസാരത്തിനും മധ്യസ്ഥ സംസാരത്തിനും ഒന്നിനും ഞങ്ങൾ തയ്യാറല്ലാതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന, മുസ്ലിങ്ങൾ പരസ്പരം കൊല്ലും, സഹോദരങ്ങൾ പരസ്പരം കൊല്ലും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അത് ഹർജാണ്. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ കൊന്നോനും നരകത്തിലാണ്, കൊല്ലപ്പെട്ടോരും നരകത്തിലാണ്. കൊന്നാളും നരകത്തിലാണ്, മരിച്ചാളും നരകത്തിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഒരിക്കൽ, ഇദൽ തഖൽ മുസ്ലിമൈൻ ബിസൈഫൈഹിമാ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, നബി ഒരിക്കൽ പറഞ്ഞു, രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ വാളെടുത്ത് പരസ്പരം കൊന്നാൽ, പടവെട്ടിയാൽ, അവർ പരസ്പരം പടവെട്ടിയിട്ട് ഒരാൾ മരിച്ചാൽ മരിച്ചാൾ നരകത്തിലാണ്, കൊന്നാൾ നരകത്തിലാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ എന്താ തങ്ങൾ ഈ പറയണത്? ഹാദൽ ഖാതിൽ, കൊന്നാള് തന്നെ, അവൻ കൊലയാളി തന്നെ നരകത്തിൽ പോകേണ്ടവനാണ്. പക്ഷേ ഫമാ ബാലുൽ മഖ്തൂൽ, മരിച്ചവൻ എങ്ങനെ നരകത്തിൽ പോകാൻ നബിയെ? മരിച്ചാൾ എങ്ങനെ നരകത്തിൽ പോകും നബിയെ? അവനെന്തിനാ നരകത്തിൽ പോയത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ ലിഖത്ലി സാഹിബിഹി, തീർച്ചയായും മരിച്ചാള് തന്റെ സഹോദരനെ കൊല്ലാൻ അവന്റെ മനസ്സ് വെമ്പായിരുന്നു. പക്ഷെ ചാൻസ് മറ്റവനെ കിട്ടിയത്, അതുകൊണ്ടാണല്ലോ അവൻ ഇവനെ കൊന്നത്. ചാൻസ് അവന് കിട്ടിയതുകൊണ്ട് അവനിവനെ കൊന്നു. ഇവനെ ചാൻസ് കിട്ടിയിരുന്നെങ്കിലോ ഇവൻ അവനെ കൊല്ലുമായിരുന്നു. അവൻ മനസ്സിൽ മറ്റവനെ കൊല്ലാൻ തയ്യാറെടുത്തിരിക്കായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ മരിച്ചാൾ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശദീകരിച്ചു തന്നു എന്താണ്. അതെ, കൊല വർദ്ധിക്കും, കൊലപാതകങ്ങൾ വർദ്ധിക്കും എന്ന് നബി പറഞ്ഞു. മാൽ, നബി പറയാ, പിന്നൊരു കാലുണ്ട്, പിന്നെ ലോകാവസാനത്തിന്റെ അടയാളം എന്താ? നിങ്ങൾക്ക് പണം വർദ്ധിക്കും. വയക്കുസുറൽ മാൽ, പണം വർദ്ധിക്കും. ഫയഫീല ഹത്താ യുഹിമ്മ റബ്ബൽ മാൽ മൻ യഖ്ബലു സദഖതഹു വഹത്താ യഅരിളഹു അലൈഹി ഫയഖൂലു അല്ലദി യഅരിളഹു അലൈഹി ലാ അറബലി ബി. ആളുകൾ ഇങ്ങനെ സക്കാത്തിന്റെ മുതലായിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്, ഇത് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ, ഇത് ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണമല്ലോ, സക്കാത്ത് വാങ്ങാൻ ആൾ വേണമല്ലോ. അങ്ങനെ സക്കാത്തിന്റെ മുതലായിട്ട് ഇങ്ങനെ ഒരാൾ നടക്കന്നെ, തന്റെ പൈസ അതിങ്ങനെ സമ്പത്ത് ഇങ്ങനെ കൂടിയിട്ട് ഈ സക്കാത്തിന്റെ മുതലായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കാൻ നടക്കാം. അവസാനം ആരെയും കാണൂല. അപ്പൊ ഒരാളിങ്ങനെ ഒരു വഴിപോക്കനുണ്ട് പോണ്ടാവും, അയാളങ്ങ് ഏൽപ്പിക്കുന്നത്, എടുത്തോ ഈ പൈസ വെച്ചോ, ഇതെന്റെ സദക്ക, എന്റെ സക്കാത്തിന്റെ മുതലാ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് ഏൽപ്പിച്ചേക്കും, അങ്ങോട്ട് കൊടുത്തേക്കും. പക്ഷേ ഇയാൾ ആദ്യം വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അയാളെ തിരിച്ചു വിളിച്ചിട്ട് നിന്റെ പോക്കറ്റ് തന്നെ വെച്ചാൽ എനിക്ക് അതിന്റെ ആവശ്യമില്ല, കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ മടക്കി വിടുമെന്ന് പറയുന്നത്. ഈ സാധ്യതയായിട്ട് നടക്കുന്ന കാലം ഉണ്ടാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടാവോ? പഠിച്ചവരും അങ്ങനെ ഒരു കാലം ഇപ്പൊ തന്നെ സംഭവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയായിരിക്കും നമ്മുടെ ആശ. അതിനും വലിയ സമയം വേണ്ട സഹോദരങ്ങളെ. ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥയൊക്കെ എത്ര ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആളാ. ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു കച്ചവടം നടക്കുമ്പോ പിന്നെ അവൻ കോടീശ്വരനാകാം. ഒറ്റ കച്ചവടത്തിൽ ഒരു കോടീശ്വരനാകുന്ന അവസ്ഥ ലോട്ടറി അടിച്ചിട്ടല്ല, നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥകളും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സംവിധാനങ്ങളൊക്കെ വന്നപ്പോ ഇന്ന് പൈസ ഉണ്ടാക്കാൻ വളരെ വേഗത്തിൽ കഴിയുന്നൊരവസ്ഥയിലേക്ക് മാറിയെങ്കിൽ വളരെ വേഗം ആളുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാലോ, ഈ ഇപ്പൊ തന്നെ എത്ര മാറ്റമുണ്ടായി. ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ആളുകൾ പറയും, അവർ ഒരുപാട് കഷ്ടപ്പെട്ടാ വളർന്നത്, കഞ്ഞി കുടിക്കാൻ ഉണ്ടായിരുന്നില്ല, കപ്പ പുഴുങ്ങിയാ ജീവിച്ചത്, ഉണക്കമീനാ കഴിച്ചത് എന്നൊക്കെ പറയുമ്പോ അയ്യേ ഇതൊന്നും ഉണ്ടാവൂല എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ അവരാണിട്ട് പറയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രയാസത്തിൽ നിന്ന് ആളുകൾ എത്ര മാറി.
ഇന്ന് സമ്പന്നന്മാരെ ഇതിനേക്കാൾ മനുഷ്യൻ സാമ്പത്തിക ഉന്നതിയിലേക്ക് ഇങ്ങനെ പോകുമെന്നാണ്. സക്കാത്ത് സ്വീകരിക്കാൻ പോലില്ലാത്ത, അത് വാങ്ങാൻ തയ്യാറില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന് അടയാളമായി പ്രവചിച്ചൊരു പ്രവചനം, നേരത്തെ നമ്മളത് വിശദീകരിച്ചു കഴിഞ്ഞു. കെട്ടിട നിർമ്മാണത്തിൽ ആളുകൾ മത്സരിക്കും. പിന്നെ റസൂലുള്ളാഹി പറയാ, ആളുകൾ മത്സരം തന്നെ മത്സരം. വീടുണ്ടാക്കണം, കെട്ടിടം ഉണ്ടാക്കണം, ബംഗ്ലാവ് ഉണ്ടാക്കണം, ഫ്ലാറ്റ് ഉണ്ടാക്കണം. അങ്ങനെ കെട്ടിട നിർമ്മാണത്തിൽ ആളുകൾ വർദ്ധിക്കും എന്ന്, ആളുകൾ താല്പര്യം കാണിക്കും, അതിൽ മത്സരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു. പിന്നെയും റസൂലുള്ളാഹി പറഞ്ഞു, ലോകാവസാനത്തിലെ മറ്റൊരു അടയാളാണ് വഹത്താ യമുറ റജുലു ബിഖബ്രി റജുൽ ഫയഖൂലു യാ ലൈതനി മകാന യാ ലൈതനി മകാന. ഒരു മനുഷ്യൻ ഒരു ഖബറിന്റെ അടുക്കലൂടെ ഇങ്ങനെ നടന്നു പോകും, ഖബറിന്റെ സമീപത്തൂടെ ഇങ്ങനെ നടന്നു പോകും. നടന്നു പോയിട്ട് ആ ഖബറിലേക്ക് നോക്കിയിട്ട് അയാൾ പറയും, എന്താ പറയുന്നത്? യാ ലൈതനി മകാനഹു, പടച്ച തമ്പുരാനെ, ഈ ഖബറാലിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ഖബറിൽ കിടക്കുന്ന ആള് ഞാനായിരുന്നെങ്കിൽ പടച്ച തമ്പുരാനെ എത്ര നന്നായിരുന്നു എന്ന് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാൾ ഖബറിനടുക്കലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് പറയാ, ഈ ഖബറിൽ കിടക്കുന്ന ആള് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് കാണാം മറ്റൊരു ഹദീസിൽ. പ്രവാചകൻ പറഞ്ഞു, ലാ തഖൂമു സാഅ, ലോകാവസാനം സംഭവിക്കില്ല. ഹത്താ യമുറ റജുലു അൽ ഖബരി ഫയതമറഉ അലൈഹി, ഒരു മനുഷ്യൻ ഒരു ഖബറിന്റെ അടുക്കലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. എന്നിട്ട് അവൻ ആ ഖബറിലെ മണൽ വാരിയിട്ട് തന്റെ ശരീരത്തിലേക്ക് വാരിപ്പുരട്ടുന്നു. എന്നിട്ട് അവൻ അവിടെ കിടന്ന് ഉരുളുന്നു. എന്നിട്ട് അവൻ പറയുന്നു, യാ ലൈതനി മകാന സാഹിബി ഹാദൽ ഖബർ, പടച്ചവനെ, ഈ ഖബറിൽ കിടക്കുന്ന ആള് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ പറയുന്നു. ഇത് കാണുമ്പോൾ ഓൻ ഔലിയാന്നാരും വിചാരിക്കണ്ട, ഓൻ വലിയായി പോയി എന്നാരും വിചാരിക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലൈസ ലഹുദ്ദീനു, ഓന് മതമുള്ളത് കൊണ്ടൊന്നുമല്ല, ഓൻ ദീനുള്ളത് കൊണ്ടൊന്നുമല്ല, നേരെ മറിച്ച് ഇല്ലൽ ബലാ, അത്രമാത്രം ഫിത്നകളായിരിക്കും, അത്രമാത്രം ബലാവുകളായിരിക്കും നാട്ടിലുണ്ടാവുക. ഒരു മതമില്ല, ഒരു ദീനുമില്ല, പക്ഷെ ഓൻ ഖബറിൽ പോകാനാ ചിന്തിക്കണത്. ബാക്കിയെല്ലാം ഉണ്ട്, എല്ലാ ദുനിയാവ് ഒഴുങ്ങി നിൽക്കാണ്. പക്ഷെ ഇവനത് വേണ്ട. സഹോദരങ്ങൾ, എത്ര ആളുകള് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം രൂപത്തിൽ ഈ അവസ്ഥ അനുഭവിക്കുന്നത്. ചില ആളുകൾ വിചാരിച്ചത് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടായാൽ, ഒരുപാട് നേട്ടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യരിങ്ങനെ നന്നായിട്ട് നല്ല ഐശ്വര്യത്തിലാകുന്ന, അല്ല, മനുഷ്യൻ അസ്വസ്ഥരായി മാറുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ആ അസ്വസ്ഥതയുടെ അങ്ങേറ്റാണ് ഖബറിനടുക്ക പോയിട്ട് കിടന്ന് ഉരുളുക. ഞാൻ ഈ ഖബറിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഒരു അവസ്ഥ വരാതെ ലോകാവസാനം സംഭവിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. അവസാന റസൂലുള്ളാഹി പറഞ്ഞു, വഹത്താ തത്ലു അശംസ് മിൻ മഗ്രിബിഹാ, ലോകാവസാനത്തെ മറ്റൊരടയാളം അത് പടിഞ്ഞാറ് നിന്ന് സൂര്യനുദിക്കലാണ്. പടിഞ്ഞാറിന്ന് സൂര്യനുദിക്കുന്നത് ജനങ്ങൾ ഇങ്ങനെ കാണും, അവരുടെ കണ്ണുകൊണ്ട് അവരെ കാണും. അവരെല്ലാവരും അപ്പൊ വിശ്വസിക്കുന്നതാണ്. പടിഞ്ഞാറ് സൂര്യദിക്കും എല്ലാവരും പറയും എന്ത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പറയാത്തവരും പറയും, പറഞ്ഞവർ ഒന്നുകൂടി പറയും. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലും. മുസ്ലിമാകളും ഈമാൻ ഉണ്ടാക്കലൊക്കെ നല്ല ബഹളായിരിക്കും. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, ഇല്ല, ആ സമയത്ത് ഈമാൻ ഉണ്ടാക്കിയത് കൊണ്ട് യാതൊരുവിധ ഉപകാരവും ഇല്ല. നേരത്തെ ഈമാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈമാനുണ്ട്. കാര്യം പടിഞ്ഞാറുന്ന് സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ആരുടെയും ഈമാൻ അല്ലാഹു സ്വീകരിക്കൂല. നമുക്കറിയാം, റസൂൽ അത് വിശദീകരിച്ച് പറഞ്ഞു തന്നു. സിറിയയുടെ ഭാഗത്തായി റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കവാടം സ്ഥാപിച്ചു. ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല സിറിയയുടെ ഭാഗത്തായി ഒരു കവാടം ഒരുക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കവാടത്തിന്റെ വാതിൽ അടക്കപ്പെടുകയില്ല. ആ കവാടം തൗബക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല തുറന്ന കവാടമാണ്. ഏതെങ്കിലും ഒരു പാപി അവന്റെ പാപം പൊറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അവന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല സ്ഥാപിച്ച, അതിനുവേണ്ടി തുറന്നിട്ട കവാടമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേസമയം ലോകാവസാനത്തിന്റെ അടയാളമായി സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ ആ കവാടം റബ്ബ് സുബ്ഹാനഹു വ തആല അടക്കപ്പെടും. അന്നാണത് ക്ലോസ് ചെയ്യുന്ന. അതടക്കുന്ന ദിവസം അതടച്ചാൽ പിന്നെ ഒരാളുടെയും തൗബ സ്വീകരിക്കൂല. അവ ലോകാവസാനത്തിന്റെ ഏറ്റവും ഭയങ്കരമായ, അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരടയാളമായി, ഏറ്റവും വലിയൊരു അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ അടയാളമാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് അസ്തമിക്കുക എന്നുള്ളത്. അത് സംഭവിച്ചിട്ടില്ല. അതല്ലാത്ത ഇതര കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ
ഒന്നൊന്നായി സമൂഹത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഈ പ്രവചനങ്ങളെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതെന്താ? എന്തായാലും നബി പറഞ്ഞു പോയില്ലേ, അപ്പൊ ഇനി അങ്ങനെ സംഭവിച്ചേ പറ്റൂ, നമുക്ക് ആർക്കും രക്ഷപ്പെടുക സാധ്യമല്ല, അങ്ങനെ സംഭവിച്ചേ പറ്റൂ. അങ്ങനെ സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവചനം, ഒരു കാര്യം നമുക്ക് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വഹാബികൾ മനസ്സിലാക്കിയത് ഒരിക്കലും ഒരു വിശ്വാസി അതിലേക്ക് പെട്ടുപോകാതിരിക്കാനുള്ള ശ്രമം നടത്താൻ വേണ്ടിയാണ്. ആ നിലക്കാണ് സ്വഹാബികൾ അത് മനസ്സിലാക്കിയത്. ഒരു ഫിത്നയെ കുറിച്ച് റസൂൽ മുന്നറിയിപ്പ് നൽകിയാൽ നബി പറഞ്ഞു പോയില്ലേ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ആയിപ്പോകുന്നല്ല സ്വഹാബികൾ ചിന്തിച്ചത്. നബി അങ്ങനെ നമുക്ക് താക്കീത് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ പെട്ടുപോകരുത്, അതുമായി നമ്മൾ അടുത്തു പോകരുത്, നമ്മൾ അതിൽ നിന്ന് മാറി ജീവിക്കണം എന്ന നിലപാട് മനസ്സിലാക്കി പ്രവർത്തിച്ചവരാണ് സ്വഹാബത്ത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ 2 ക്ലാസുകളിലായി നാം മനസ്സിലാക്കിയ പ്രവാചകന്റെ ഈ പ്രവചനങ്ങളെ മുൻനിർത്തി നമ്മുടെ ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിളിച്ച ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള ഒരു താല്പര്യവും ഒരു മനസ്സും ഈ ക്ലാസുകളിലൂടെ നമ്മൾ നേടിയെടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കുന്ന മുത്തഖുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.